ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ എന്ന് പറയുന്ന എക്സിന് അല്ല ഈ എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് ഇ എങ്കിൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് എഫ് ആൻഡ് ആൽഫ ബിലോങ്സ് ടു ഇ. ആൽഫയുടെ പ്രത്യേകത എന്തായിരുന്നു? ആൽഫ ബിലോങ്സ് ടു ഇ സോൾജിബ്രേക്ക് ഓവർ എഫ്. അങ്ങനെയാണെങ്കിൽ ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മളൊരു തിയറമായിട്ടാണ് പ്രൂവ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇനി ഈ വീഡിയോയിൽ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഓൾജിബ്രേക്ക് എക്സ്റ്റൻഷൻ ഫീൽഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എപ്പോഴാണ് ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഓൾജിബ്രേക്ക് എക്സ്റ്റൻഷൻ ആണെന്ന് പറയുക? When will we can say that an extension field E of a field F is an algebraic extension of F? എപ്പോഴാണ് പറയാൻ പറ്റുക? അപ്പോൾ ഇ എന്ന് പറയുന്ന ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആവണമെങ്കിൽ എവ്രി എലമെന്റ് ഇൻ ഇ ഇസ് ഓൾജിബ്രൈക്ക് ഓവർ എഫ് ആയിരിക്കണം. എവ്രി എലമെന്റ് ഇൻ ഇ ഇസ് algebraic over F. Then only we can say that our extension field is an algebraic extension of F. Okay. So, നമുക്ക് ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷന് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ഫീൽഡുകൾ, അതായത് ഇപ്പോൾ ക്യു, ആർ, സി ഇതെല്ലാം എടുക്കുന്ന സമയത്തിൽ ആർ എന്ന് പറയുന്നത് ക്യൂവിനൊരു എക്സ്റ്റൻഷനാണ്, സി എന്ന് പറയുന്നത് ക്യൂവിനും ആറിനും എക്സ്റ്റൻഷനാണ് അല്ലേ? അപ്പോൾ ഇത് ആറ് ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ആണോ? ആറ് ഓൾജിബ്രൈക്ക് എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ആവണമെങ്കിൽ എന്താണ്? എവ്രി എലമെന്റ് ഇൻ ആർ ഇസ് ഓൾജിബ്രൈക്ക് ഓവർ ക്യൂ ആയിരിക്കണം അല്ലേ? പക്ഷേ നമ്മൾ ഓൾജിബ്രൈക്ക് എലമെന്റ് എന്നുള്ള കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു പൈ ആൻഡ് ഇ റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ? ബട്ട് ദേ ആർ നോട്ട് ഓൾജിബ്രൈക്ക് ഓവർ ക്യൂ. Okay, so R is not an algebraic extension of Q. What about C? R is not an algebraic extension of Q. C is a field containing R. So, C is also not an algebraic extension of Q. What about, ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, what about, പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. നമ്മൾ നോക്കൂ, നമ്മൾ ഇവാലുവേഷൻ ഹോമോമോർഫിസം അല്ലേ കൺസിഡർ ചെയ്തിരുന്നു. എഫ് ഓഫ് എക്സ് ടു ഡൊമെയിൻ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സും കോഡൊമെയിൻ ഇയുമായിരുന്നു അല്ലേ? ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് കേണൽ ഓഫ് ഫൈ ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? കേണൽ ഓഫ് ഫൈ ആൽഫ നമ്മൾ പറഞ്ഞു ദർ എക്സിസ്റ്റ് എ പോളിനോമിയൽ അല്ലേ? ഇറഡ്യൂസിബിൾ പോളിനോമിയലിനെ കുറിച്ച് പറയുന്ന സമയത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിലെ ഒരു ഐഡിയൽ കേണൽ ഓഫ് ഫൈ ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. എവ്രി ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ഇസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ആൻഡ് സപ്പോസ് കേണൽ ഓഫ് ഫൈ ആൽഫ ഇസ് ഈക്വൽ ടു ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്. ഓക്കെ, സോ നമ്മളത് ഈ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറഡ്യൂസിബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു ആ തിയറത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ട്. സോ വാട്ട് അബൌട്ട് ദിസ് ഐഡിയൽ? This is an ideal generated by P of x and P of x is an irreducible polynomial over f. So what will happen to this ideal? This is a maximal ideal in f of x. Okay, ideal generated by P of x is a maximal ideal in f of x. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾക്ക് ഫീൽഡ് കൺസ്ട്രക്ഷന് നമ്മൾ സാധാരണ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ യൂസ് ചെയ്തിട്ട് ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട് കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇതൊരു മാക്സിമൽ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് എന്തായിരിക്കും? ഫീൽഡ് ആയിരിക്കും അല്ലേ? ഇതൊരു ഹോമോമോർഫിസം ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? റിംഗ് ഹോമോമോർഫിസം ആണ്. ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്തിൽ ഈ ഫീൽഡ് ആരുമായിട്ടായിരിക്കും ഐസോമോർഫിക് ആവുക? ഐസോമോർഫിക് ടു ഫൈ ആൽഫ ഓഫ്
എഫ് ഓഫ് എക്സ്, സോറി ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ്. കിട്ടിയോ? അപ്പോൾ ഈ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ഈ എഫ് ഓഫ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് റൗണ്ട് ആൽഫ കേട്ടോ, എഫ് ഓഫ് റൗണ്ട് ആൽഫ, എഫ് ഓഫ് ക്ലോസ്ഡ് എക്സ് റൗണ്ട്, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ, രണ്ടും വ്യത്യാസമുണ്ട്. കിട്ടിയോ? അപ്പോൾ ദിസ് ഫീൽഡ് ഈസ് ഐസോമോർഫിക് ടു ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതൊരു ഫീൽഡാണ് അല്ലേ, ഇതൊരു ഫീൽഡാണ്. ദാറ്റ് ഫീൽഡ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഇ അല്ലേ, ഇറ്റ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ഐസോമോർഫിക് ടു, നമ്മൾ ഇതിനെ എഫ് ഓഫ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ് ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇത് റൗണ്ട് ആൽഫയാണ്. അപ്പോൾ നിങ്ങൾ നൊട്ടേഷൻ ഫെമിലിയർ ആവണം കേട്ടോ, ക്ലോസ്ഡ് ആൽഫ, റൗണ്ട് ആൽഫ. അപ്പോൾ റൗണ്ട് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഇതൊരു ഫീൽഡാണ്, ഇതൊരു ഫീൽഡ് ആയിരുന്നില്ല അല്ലേ, എഫ് ഓഫ് എക്സ് ഫീൽഡ് അല്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ, അതൊരു ഇൻ്റഗ്രൽ ഡൊമെയിൻ മാത്രമാണ് ആവുന്നത് അല്ലേ. എഫ് ഓഫ് ഇപ്പം ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ലേ, കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് കോഎഫിഷ്യൻറ്റ് ഇൻ എഫ് ഇൻ ദി ഇൻഡിറ്റർമിനേറ്റ് ആൽഫ. എഫ് ഓഫ് റൗണ്ട് ആൽഫ എന്ന് പറഞ്ഞ സംഗതി മാറി, എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫയും എഫ് ഓഫ് റൗണ്ട് ആൽഫയും വ്യത്യാസമുണ്ട് കേട്ടോ. ദിസ് ഈസ് നോട്ട് എ ഫീൽഡ് ബട്ട് ഇറ്റ് ഈസ് എ ഫീൽഡ്, ഇറ്റ് ഈസ് എ ഫീൽഡ്. ഓക്കെ, ഇതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്, എഫ് ഓഫ് ആൽഫയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് സം റാഷണൽ ഫങ്ഷൻസ് ആയിരിക്കും, റാഷണൽ ഫങ്ഷൻസ് കേട്ടോ. അപ്പോൾ ഇതിനെ വേറൊരു ഇതും കൂടെ പറയും, റാഷണൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഒരു പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്, ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതുന്ന ഫങ്ഷൻസ്. കിട്ടിയോ? അപ്പോൾ എഫ് ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന് നമുക്ക് വേറൊരു രീതിയിലും കൂടെ എക്സ്പ്രസ് ചെയ്തൊരു ഫീൽഡാണെന്നറിയാം. ഇറ്റ് ഈസ് ഓൾസോ ദി സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ആൽഫ. ആൽഫ നിങ്ങൾക്കറിയാം ഈസ് നോട്ട് ആൻ എലമെന്റ് ഇൻ എഫ്, ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ. ഈ ആൽഫ എഫുമായിട്ട് ചേർത്ത് വെക്കുന്നു അല്ലേ, എഫുമായിട്ട് ചേർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ഫീൽഡാണ്. അപ്പോൾ ഫീൽഡ് ആകുമ്പോൾ എന്തുണ്ടാവും, ആൽഫയുടെ പവേഴ്സ്, അതുപോലെ സമ്മുകൾ, ഇൻവേഴ്സ് അല്ലേ, ആൽഫ സ്ക്വയർ, ആൽഫ ക്യൂബ്, അതുപോലെ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ, അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇതിനകത്ത് വരും. കിട്ടിയോ? അപ്പോൾ ഇതിലെ എലമെന്റ്സിന്റെ ഫോം എന്ന് പറയുന്നത് റാഷണൽ. ഇപ്പോൾ ആർ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞാലേ, ആർ ഓഫ് റൗണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡാണ്. ആർ ഓഫ് ക്ലോസ്ഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ ഫീൽഡ്, ഇറ്റ് ഇസ് ഓൺലി ആൻ ഇന്റഗ്രൽ ഡൊമൈൻ. അപ്പോൾ അവിടെ വരുന്നത് ആർ ഓഫ് ക്ലോസ്ഡ് എക്സ് ഇന്റഗ്രൽ ഡൊമൈൻ എന്ന് മാത്രം പറയാൻ കാരണം എന്താ? കാരണം അവിടെ എക്സ് എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഇല്ല ഇതിനകത്ത്, അതുകൊണ്ടാണ് അത് ഫീൽഡ് ആവാത്തത്. പക്ഷെ ഇതിനകത്ത് വരുന്ന ആളുകളുടെ ഫോം എന്ന് പറയുന്നത് ഇതിലെ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്നുള്ള, ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ആർ ഓഫ് എക്സിലെ എലമെന്റ്. അതുപോലെ എഫ് ഓഫ് ആൽഫയിലെ എലമെന്റ് എന്ന് പറയുമ്പോൾ റാഷണൽ ഫംഗ്ഷൻസ് ആണ്. പി ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ക്യൂ ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് പി ഓഫ് ആൽഫയും ക്യൂ ഓഫ് ആൽഫയും എഫ് ഓഫ് ക്ലോസ്ഡ് ആൽഫയിലെ എലമെന്റ്സ് ആണ്. അപ്പോൾ രണ്ടും നൊട്ടേഷൻ നിങ്ങൾ ഫെമിലിയർ ആവണം, തെറ്റിക്കരുത് കേട്ടോ. അപ്പോൾ സോ ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് ഓൾ റാഷണൽ ഫങ്ഷൻസ് ഇൻ ആൽഫ. അപ്പോൾ ഇതാണ്, അതിന് വേറൊരു പേരും പറയും, ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് ഫീൽഡ് containing both എഫ് ആൻഡ് ആൽഫ. എഫിനെയും ആൽഫയും കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ഫീൽഡാണ് അവർ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഇസ് ദി കളക്ഷൻ ഓഫ് ഓൾ റാഷണൽ ഫങ്ഷൻസ് in the form p of alpha divided by q of alpha, where p of alpha and q of alpha are elements in f of alpha. ഓക്കെ, q of alpha not equal to 0 ആയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു വരുന്ന ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ q of √2, നമുക്കറിയാം √2 is not an element of q, it is irrational. So what about q of √2? It is the smallest field containing both q and √2. Okay, so it is an extension field of q. q നെ കൂടാണ്ട് √2 കൂടെ വരുന്നതുകൊണ്ട് it is an extension field of
Q. What about this extension? Is it an algebraic extension of Q? In order to check whether it is an algebraic extension of Q, you have to verify whether each element in Q of root 2 is algebraic over Q. അല്ലേ? അതിനൊരു ഇത് നോക്കിയാൽ മതി. കാരണം ക്യൂവിനെ കൂടാണ്ട് റൂട്ട് 2 ആണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. റൂട്ട് 2 എക്സ്ട്രാ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം അതിന് ഫീൽഡ് ആക്കാൻ വേണ്ടി റൂട്ട് 2ന്റെ ക്ലോസ് അഡീഷൻ വിത്ത് റെസ്പെക്ട് ടു ക്ലോസ്ഡ് ആവണം, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് റെസ്പെക്ട് ടു ക്ലോസ്ഡ് ആവണം, ഇൻവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ഫീൽഡ് ആവണമല്ലോ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ, ക്യൂവിൽ ഏതൊരു എലമെന്റ് എടുത്താലും ഓൾജിബ്രേക്ക് ഓവർ ക്യൂ ആണെന്ന് അറിയാം അല്ലേ? ഇനി റൂട്ട് 2 ഓൾജിബ്രേക്ക് ഓവർ ക്യൂ ആണോ? ക്ലിയർലി നമുക്കത് നേരത്തെ പല പ്രാവശ്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത് ഇസ് എ പോളിനോമിയൽ ഇൻ ക്യൂ ഓഫ് എക്സ് ആൻഡ് റൂട്ട് 2 is a zero of this polynomial, so root 2 is algebraic over Q. Okay, so this is an algebraic extension of Q. What about the degree of the irreducible polynomial for root 2 over Q? It is equal to 2. Okay, so degree of root 2 over Q is equal to 2. Okay, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഡിഗ്രി എഫിന് പകരം ഇവിടെ ക്യൂ, ഇക്ക് പകരം ക്യൂ ഓഫ് റൂട്ട് 2 അല്ലേ? റൂട്ട് 2 ഓൾജിബ്രേക്ക് ഓവർ ക്യൂ ആണ്. ഡിഗ്രി ഓഫ് റൂട്ട് 2 ഓവർ ക്യൂ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്, ഈ എക്സ്റ്റൻഷൻ ഫീൽഡിലെ ഓരോ ആളുകളെയും, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളുടെ രൂപത്തിൽ പറയുകയാണ്, പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് തിയറാണ് കേട്ടോ. ഈ ക്യൂ ഓഫ് റൂട്ട് 2ലെ ഓരോ ആളുകളെയും നമ്മൾക്ക് എന്തായിട്ട് എഴുതാം? ഇവിടെ 2 അല്ലേ ഡിഗ്രി വരുന്നത്, അപ്പോൾ 1 റൂട്ട് 2 എന്ന് പറയുന്നത് ലീനിയർ കോമ്പിനേഷനായിട്ട് ഡിഗ്രി ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എഫും ഇയും, ആൽഫ ബിലോങ്സ് ടു ഇ ആണ്, ആൽഫ ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണ്. ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് എൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് ആൽഫയിലെ എഫ് ഓഫ് ആൽഫ റൗണ്ട് ആൽഫ ഫീൽഡ്, ഇതിൽ ഓരോ എലമെന്റുകളെയും 1 ആൽഫ സ്ക്വയർ, ഇവിടെ എൻ അല്ലേ ഡിഗ്രി വരുന്നത്, അപ്പോൾ ആൽഫ ഏത് വരെ പോകും? 1 to ആൽഫ റേസ് ടു n മൈനസ് 1 വരെയുള്ള ആളുകളുടെ, അപ്പോൾ എത്രയായി? 0 to n മൈനസ് n, അങ്ങനെയുള്ള n ആളുകളുടെ 1 ആൽഫ സ്ക്വയർ എക്സെട്ര ആൽഫ റേസ് ടു n മൈനസ് 1 ആളുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഫ് ഓഫ് ആൽഫയിലെ ഏതൊരു എലമെന്റ് എടുത്താലും അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കിട്ടിയോ? അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ എഫ് ലെസ് ദൻ ഓർ ഈക്വൽ ടു ഇ, ആൽഫ ബിലോങ്സ് ടു ഇ, ഓൾജിബ്രേക്ക് ഓവർ എഫ്, ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് എൻ. സോ ഈച്ച് beta belongs to f of alpha. F of alpha means it is the smallest field containing both f and alpha. Each beta belongs to f of alpha can be expressed in the form beta is equal to some a naught plus a1 alpha plus etc. plus span g an alpha raised to n minus 1. അല്ല, അതായത് 1 ആൽഫ എക്സെട്ര ആൽഫ raised to n minus 1 is a spanning set for f of alpha. കിട്ടിയില്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നുള്ളതാണ് നമ്മളുടെ കടമ്പ. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളതല്ല, നമ്മൾ റിവൈസ് ചെയ്തു. എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഓവർ ഐഡിയൽ ജനറേറ്റഡ് ബൈ പി ഓഫ് എക്സ്, അല്ലെങ്കിൽ ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് ആയിരുന്നു അല്ലേ? ഫൈ ആൽഫ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ ഇതിൽ ഓരോ എലമെന്റ് എടുത്താലും നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ ഓരോ എലമെന്റിനെയും നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഫൈ ആൽഫ ഓഫ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് ആൽഫയാണ് അല്ലേ? അപ്പോൾ ഓരോ എലമെന്റ് എഫ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ ആൽഫയിലെ എലമെന്റുകളുടെ ഫോം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. എഫ് ഓഫ് ആൽഫ കിട്ടിയോ? എഫ് ഓഫ് ആൽഫ അത് എങ്ങനെയാണ് വന്നത്? സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് അല്ലേ? സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ പോളിനോമിയലായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സിലെ പോളിനോമിയലായിരുന്നു. കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? ഈച്ച് ബീറ്റ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദിസ് ഫോം.
ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്കറിയാം അല്ലെ, ആൽഫ ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആൽഫ ഓൾജിബ്രേക്ക് ഓവർ എഫ് ആണെങ്കിൽ വി ക്യാൻ കൺസിഡർ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ്. ഓക്കെ, നമ്മൾ സാധാരണ എങ്ങനെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ നൊട്ടേഷൻ കൊടുക്കുക? പി ഓഫ് എക്സ് അല്ലേ. അപ്പൊ ആ പി ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് പി ഓഫ് എക്സ് ആയിട്ട് എടുക്കുക. ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് എൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കും? എൻ ആയിരിക്കും. അപ്പൊ എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റേസ് ടു എൻ ആണെന്ന് വിചാരിക്കുക. എ ഐസ് എവിടുത്തെ എലമെന്റ് ആണ്? എഫിലെ എലമെന്റ് ആണ്. കിട്ടിയല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ, ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ് ഇതാണെങ്കിൽ പി ഓഫ് ആൽഫ എന്തായിരിക്കും? എ നോട്ട് പ്ലസ് എ വൺ ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ആൽഫ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത് നമ്മൾ പി ഓഫ് എക്സ് അല്ലേ ചൂസ് ചെയ്തത്. സോ ഇറഡ്യൂസിബിൾ ആൽഫ ഓവർ എഫ് അല്ലേ, പി ഓഫ് എക്സ് ആയതുകൊണ്ട് പി ഓഫ് ആൽഫ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഇനി ഇതിൽ നിന്ന് നോക്കൂ, നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. നമുക്ക് ഇതല്ലേ ചെയ്യാനുള്ളത്. അപ്പൊ നോക്കൂ, ഇതിൽ നിന്നൊരു എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാക്കാം? ദിസ് ഇംപ്ലൈസ് അതുപോലെ ഒരു കാര്യമുണ്ട്. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? മോണിക് പോളിനോമിയൽ ആയിരിക്കണം അല്ലേ. ഹൈയസ്റ്റ് ഡിഗ്രി ടേമിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് റേസ് ടു എൻ എടുക്കണം. മോണിക് പോളിനോമിയൽ ആവണ്ടേ. ഹൈയസ്റ്റ് ഡിഗ്രി ടേമിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. അപ്പൊ ഇതിൽ നിന്ന് നോക്കൂ, ആൽഫ റേസ് ടു എൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ നിന്ന് ആൽഫ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എങ്ങനെ കൊണ്ടുപോവാം? ഇതിന്റെ തൊട്ട് മുമ്പിലത്തെ ടേം എന്താ? മൈനസ് എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ. അപ്പൊ ഇതിന് അങ്ങോട്ട് പോകുമ്പോൾ എന്താ വരുന്നത്? മൈനസ് എ എൻ മൈനസ് 1 ആൽഫ റേസ് ടു എൻ മൈനസ് 1 അല്ലേ, പ്ലസ് എക്സെട്ര വരും. പ്ലസ് എക്സെട്ര അല്ല, ഇതെല്ലാം മൈനസ് ആയി മാറും. മൈനസ് എ എൻ മൈനസ് 2 എക്സെട്ര മൈനസ് ലാസ്റ്റിലെ വളരെ മൈനസ് എ നോട്ട് അല്ലേ. അപ്പൊ ഈ ആൽഫ റേസ് ടു എന്നിന് നമ്മളിപ്പോ എന്താക്കി മാറ്റി? അതിനേക്കാട്ടിൽ എൻ മൈനസ് 1 ഡിഗ്രി വരുന്ന ആളുടെ കോമ്പിനേഷൻ ആക്കിയിട്ട് മാറ്റി അല്ലേ. അപ്പൊ നിങ്ങളുടെ പോളിനോമിയലിനകത്ത് ആൽഫ റേസ് ടു എന്നോ അതിൽ കൂടുതലോ വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ആൽഫ റേസ് ടു എൻ പ്ലസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു എന്ന് എഴുതാം അല്ലേ. ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ ഇതിനെങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യട്ടെ. എന്തെന്ന് വരും? ആൽഫ റേസ് ടു എൻ എക്സെട്ര മൈനസ് എ നോട്ട് ആൽഫ. വീണ്ടും മാറ്റാലോ. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എ എൻ മൈനസ് 1 ആൽഫ റേസ് ടു എന്നിന് പകരം എന്ത് കൊടുക്കാം? വീണ്ടും ഉണ്ട് ഇവിടെ. മൈനസ് എ എൻ മൈനസ് 1 ആൽഫ റേസ് ടു എൻ മൈനസ് 1 എക്സെട്ര മൈനസ് എ നോട്ട് എക്സെട്ര മൈനസ് എ നോട്ട് ആൽഫ. അപ്പൊ ഏതൊരു പവർ ആൽഫിനെ എന്നേക്കാട്ടിൽ കൂടുതലായിട്ടുള്ള പവർ ആൽഫയ്ക്ക് വന്നു കഴിഞ്ഞാലും വി ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ പവേഴ്സ് ഓഫ് ആൽഫ വിത്ത് ലോവർ ലോവർ പവേഴ്സിലോട്ട് നമ്മൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അല്ലേ. അപ്പൊ അത് പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളുടെ പ്രൂഫിലോട്ട് എത്താൻ പറ്റുമോ നോക്കാം. കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ പ്രൂഫ് തിയറം പറയുന്നത് എന്താ? ഈച്ച് ബീറ്റ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദിസ് ഫോം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്ത് പറയാം? നമുക്ക് ഏതൊരു ബീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, നമുക്ക് ഈ ബീറ്റ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റയുടെ ഫോം എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എഫ് ഓഫ് ആൽഫയിലെ എലമെന്റുകളുടെ ഫോം ഈ ഫോമിലാണ് വരിക. അപ്പൊ ബീറ്റ എന്ന് പറയുന്ന ആൽഫയുടെ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. ബീറ്റ എന്ന് പറയുന്ന ആൽഫയുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. അതിൽ ഇങ്ങനെ പവേഴ്സിനെ കുറിച്ചാണ് ഇനി അടുത്ത് നോക്കേണ്ടത്. ആൽഫയുടെ nth പവറോ അതിൽ കൂടുതലുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n-1 വരെയാക്കി നിർത്താൻ പറ്റും അല്ലേ. സോ ഈച്ച് ബീറ്റ ബിലോങ്സ് ടു എഫ് ഓഫ് ആൽഫ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം എ നോട്ട് പ്ലസ് എ വൺ ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് എന്തെന്ന് പറയാം ബി ഇപ്പോൾ n-1 ആൽഫ റേസ് ടു n-1 കിട്ടിയോ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് യുണീക്ലി എക്സ്പ്രസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ.
യുണീക്ലി എക്സ്പ്രസ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യുണീക്ലി എക്സ്പ്രസ്ഡ് ആണെങ്കിൽ ബീറ്റിൻ്റെ രണ്ട് രീതിയിൽ എഴുതാം. A0 plus A1 alpha plus etc plus AN minus 1 alpha raised to N minus 1 1. അതുപോലെ ബീറ്റിനെ വേറൊരു രീതി B0 plus B1 alpha plus etc plus BN minus 1 alpha raised to N minus 1. ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുക. യുണീക്നെസ് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ബീറ്റ് തന്നെയാണല്ലേ വരുന്നത്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാം. B0 plus B1 alpha plus etc plus BN minus 1 alpha raised to N minus 1. അല്ലേ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്താ വരുന്നത്? A0 മൈനസ് B0 പ്ലസ് A1 മൈനസ് B1 ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് AN മൈനസ് 1 മൈനസ് ബി മൈനസ് ആണ് പ്ലസ് 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 AN മൈനസ് 1 മൈനസ് BN മൈനസ് 1 ആൽഫ റേസ് ടു N മൈനസ് 1 ഈക്വൽ ടു 0 അല്ലേ. ഇതിനെ നോക്കൂ, ഞാൻ സപ്പോസ് യു ജസ്റ്റ് ടേക്ക് g of x as g of x be a polynomial such that g of x is equal to some a0 minus b0 plus a1 minus b1 x plus etc plus an minus 1 minus bn minus 1 x raised to n minus 1. Okay. So you can say that this is a polynomial in f of x. Okay, this is a polynomial in f of x. What about g of alpha? G of alpha means a0 minus b0 plus a1 minus b1 alpha plus etc. What about that? G of alpha equal to 0. And this is a polynomial of degree n minus 1 in f of x having alpha as a 0. ഇത് പോസിബിൾ ആണോ? നമ്മൾ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് അതിൻ്റെ ഡിഗ്രി എന്താ എടുത്തിട്ടുള്ളത്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫിൻ്റെ ഡിഗ്രി എന്താ എടുത്തിട്ടുള്ളത്? ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് n ആണ്. ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് നമ്മൾ എടുത്തിട്ടുള്ളത് a0 പ്ലസ് അല്ലേ അവിടെ എടുത്തിട്ടുണ്ടല്ലോ. പി ഓഫ് എക്സ് ഇസിക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് എക്സെട്ര പ്ലസ് nth ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ. നിങ്ങൾക്കറിയാം ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൻ എലമെന്റ് ഓവർ എ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി യുണീക് മോണിക് പോളിനോമിയൽ ഓഫ് മിനിമം ഡിഗ്രി വിച്ച് ഈസ് ഇറഡ്യൂസിബിൾ ഓൾസോ ഹാവിങ് ആൽഫ ആസ് എ 0. അപ്പോൾ മിനിമൽ പോളിനോമിയൽ ആവണം പി ഓഫ് എക്സ്. പക്ഷെ അതിനേക്കാട്ടിലും കുറവ് ഡിഗ്രി വരുന്ന ഒരു പോളിനോമിയൽ നമുക്ക് എഫ് ഓഫ് എക്സിൽ കണ്ടെത്താൻ കഴിഞ്ഞു ഹാവിങ് ആൽഫ ആസ് എ 0. അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കുക? ഇതാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പോൾ ഇതെന്തായിരിക്കണം? ഈ ജി ഓഫ് എക്സ് എന്തായിരിക്കണം? സീറോ പോളിനോമിയൽ ആയിരിക്കണം അല്ലേ. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 പോളിനോമിയൽ ആയിരിക്കണം അല്ലേ. നോൺ സീറോ പോളിനോമിയൽ ഇങ്ങനെ ഉള്ള ഒരു നോൺ സീറോ പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ ആൽഫ ഓവർ എഫ് വി ടേക്ക് ഇറ്റ് ആസ് പി ഓഫ് എക്സ്. സോ if there exists another polynomial which is of lower degree than p of x having alpha as 0, then what will happen to irreducible polynomial for alpha over f? Okay, so since p of x is the irreducible polynomial for alpha over f, this g of x must be equal to 0. G of x is equal to 0 means this is equal to 0. This is equal to 0 means 0 polynomial means a0 minus b0 equal to 0. a1 minus b1 is equal to 0. So this implies a0 equal to b0, a1 equal to b1. So the expression for beta is unique. So beta can be uniquely expressed in this form. Just say beta can be expressed as the linear combination of 1 alpha square etc alpha raised to n minus 1 if degree of alpha over f is equal to n. Okay.